ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിതിങ്ങനെ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ വയ്ക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കഷ്ണങ്ങൾ ഞാൻ ഇവിടെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി എടുക്കുന്നുണ്ട്, മത്തങ്ങ എടുക്കുന്നുണ്ട്, അതേപോലെ ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട്, വെണ്ടയ്ക്ക് എടുക്കുന്നുണ്ട്. വെണ്ടയ്ക്ക് ഇടുന്നതിൽ കാണുന്നില്ല. വെണ്ടയ്ക്ക് ഞാൻ നന്നായിട്ട് വെന്തുടയുന്നത് കൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇട്ടുന്നത്. അപ്പോൾ നമ്മളിത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ 2 വിസിൽ വരെ വേവിക്കുന്നുണ്ട്. നമ്മളിവിടെ പുളി യൂസ് ചെയ്യുന്നില്ല. പുളിക്ക് പകരം നമ്മൾ 2 തക്കാളിയാണ് ഇട്ടെടുത്താണ് കേട്ടോ. പുളി അങ്ങനെ അധികം വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ പുളി ഒഴിവാക്കിയിട്ട് തക്കാളിയാണ് ഇട്ടത്. ആ തക്കാളിയുടെ പുളി മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം എന്തേ കടുക് പൊട്ടിച്ച് അതേപോലെ ഉലുവ പൊട്ടിച്ച് നമ്മൾ പൊടികളൊക്കെ ഇട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് തട്ടി കൊടുക്കാണ്ട് ചേട്ടാ. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കറിവേപ്പില ഇടുന്നില്ല. കറിവേപ്പില ഉള്ളവർക്ക് കറിവേപ്പില ഇടാം. അപ്പോൾ അതേ അങ്ങനെ നമ്മൾ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയിടാം. 2 രീതിയിൽ വെക്കുന്നുണ്ട്. എല്ലാം കൂടി കൂട്ടിയിട്ട് തിളപ്പിച്ചിട്ട് അങ്ങനെ കടുക് കാച്ചുന്നതുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെയും അത് തിളച്ചതിന് ശേഷം ഇത് കൂട്ടിയിട്ട് തിരിച്ചും വിടുന്നതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ സമയത്തിനും ലാഭം അനുസരിച്ചിട്ടാണ് നമ്മൾ കറികളൊക്കെ മുന്നോട്ട് പോകുന്നത്. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കറികളൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നേരെ അങ്ങോട്ട് തട്ടി കൊടുക്കുന്നു. 5 മിനിറ്റ് കഴിഞ്ഞ് അടച്ചു വയ്ക്കുന്നു. പിന്നെ ആവശ്യത്തിനടുത്ത് തുറക്കുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോളൂ.